ഭയങ്കര ഫാൻറ്റസിയാണല്ലേ നമ്മളെ പാർട്ട്ണറായിട്ട് പോണൊക്കെ കണ്ട് അതിലുള്ള എങ്ങനെയാണോ അവർ ചെയ്യുന്നത് അല്ലെങ്കിൽ അതുപോലെ ചെയ്തു നോക്കുക. അല്ലെങ്കിൽ ഈ സെക്സ് കാർഡ്സൊക്കെ കിട്ടും. ഇന്ന് എന്താണോ ഡേ ആ ഡേയിൽ കിട്ടുന്ന കാർഡ് എടുത്തിട്ട് ആ കാർഡ് എങ്ങനെ ഏത് പൊസിഷനാണോ പറയുന്നത് ആ പൊസിഷൻ ട്രൈ ചെയ്ത് നോക്കുക എന്നൊക്കെ പറയുന്ന ഒരുപാട് രീതിയിലുള്ള സംഭവങ്ങൾ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഈ അടുത്ത് ഇതേ രീതിയിൽ ഒരു പേഷ്യൻ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒന്ന് സ്പൈസപ്പ് ചെയ്തതാണ് അവരുടെ ലൈഫ്. പക്ഷേ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് പറ്റുന്നതാണോ അല്ലെങ്കിൽ അവരുടെ പാർട്ട്ണറിന് പറ്റുന്നതാണോ എന്നുള്ളത് മുൻകൂട്ടി മനസ്സിലാക്കാനുള്ളൊരു കഴിവ് അവർക്ക് നഷ്ടപ്പെട്ടു. ഇതിലെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇത് ശ്രദ്ധിക്കാതെ ഇവർ ഇതിൽ പറയുന്ന ഒരു രീതിയിലുള്ള ഒരു സെക്സ് പൊസിഷൻ ട്രൈ ചെയ്തു. ഭയങ്കര ട്രൊമാറ്റിക് ആയിരുന്നു. വൈഫിനത് ഒട്ടും ബെയറബിൾ ആവാത്തൊരു പൊസിഷനായിരുന്നു. ഹസ്ബൻഡിന് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇത് കാരണം അവരുടെ ഒരു ഇഞ്ചുറി വന്നു. അതായത് അവരുടെ ആ ഒരു പെനിസിനൊരു ഇഞ്ചുറി വന്നു. അതിനാൽ തന്നെ അത് ഭയങ്കര പെയിൻഫുൾ ആവുകയും പിന്നീട് എന്ത് ഇറക്ഷൻ വന്നു കഴിഞ്ഞാലും ഡോക്ടറെ സഹിക്കാൻ വയ്യ ഡോക്ടർ, എനിക്കിപ്പം സെക്സ് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ പേടിയാവുക എന്നാണ് അവർ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ ലൈഫ് എപ്പോഴും നമ്മൾ സ്പൈസപ്പ് ചെയ്യണം. ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സെക്സ്വൽ ലൈഫ് എപ്പോഴും സ്പൈസപ്പ് ചെയ്യണം. പക്ഷേ നിങ്ങളുടെ ബൗണ്ടറി എന്താണ്, നിങ്ങളുടെ സേഫ്റ്റി അതിലെങ്ങനെയാണ് എന്നുള്ളത് എപ്പോഴും നിങ്ങൾ നോക്കേണ്ടതുണ്ട്. എല്ലാ പൊസിഷനും എല്ലാ വ്യക്തിക്കും ഒരുപോലെ ഒരിക്കലും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. കാരണം അതിലെ നീളം, നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ നീളം, അതേപോലെ നിങ്ങളുടെ തടി, വണ്ണം, ഇതൊക്കെ ഇതിൽ ബാധകമായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളുടെ സ്റ്റാമിന ഒക്കെ ബാധകമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് അത് പറ്റുന്നില്ല, അതിലെന്തോ ഡേഞ്ചർ ഉണ്ടെന്ന്, ഇനി ഫർദർ പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, റിസ്ക്കിയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഞാൻ.